എന്ത് പറ്റി മോനെ? എന്തിനാ കരയുന്നേ? ആ മിലിറ്ററി മാധവറാവുവിന്റെ മോൻ SIനെ MROനെ കൊന്നു കളഞ്ഞാ ഞങ്ങളെ കൊല്ലുമെന്ന് പേടിയാവുന്നുണ്ട് അച്ഛാ. അമ്മാവ അച്ഛനാ. മരുമോനെ, ആ ചണ്ടിയെ മർഡർ കേസിൽ കുടുക്കി എൻകൗണ്ടറിൽ വെടിവെച്ചു കൊല്ല. അപ്പൊ നമ്മുടെ ഫാക്ടറിയുടെ ലൈൻ ക്ലിയർ ആകും. ശരി, അത് വിട്, അതൊക്കെ പിന്നെ നോക്കാം. ആദ്യം നിങ്ങൾ വേഗം പുറപ്പെട്ട് ട്രിവാൻഡ്രത്തേക്ക് വാ. ഇവിടെ അസംബ്ലിയിൽ സ്ഥാനമേൽക്കുന്ന ഫംഗ്ഷൻ നടക്കാൻ പോവാ. മന്ത്രിസഭ അഴിച്ചു പണിയുമ്പോ അവസാന നിമിഷത്ത് നിങ്ങളുടെ പേരും ഞാൻ ചേർത്തു. നിങ്ങൾ മന്ത്രിയായിട്ട് സ്ഥാനമേക്ക്. ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, ഞാനിത് വന്നേ. കൊച്ചിയിലേക്ക് പോകാം. സത്യസന്ധമായ ഈ ഭാരത രാജ്യത്ത് ആത്മാർത്ഥമായ വിശ്വാസത്തോടെ വിനയത്തോടെ പെരുമാറുമെന്നും ഭാരതദേശത്തിന്റെ സർവ്വ അധികാരങ്ങളും സത്യസന്ധതയോടെ നിറവേറ്റുമെന്നും ഈ കേരളത്തിന്റെ മന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങളും ശ്രദ്ധയോടെ പൂർണ്ണ മനസ്സോടുകൂടിയും നിർവഹിക്കുമെന്ന് നിർഭയത്തോടെ പക്ഷഭേദങ്ങളില്ലാതെ വിദ്വേഷങ്ങളൊന്നുമില്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി പൂർണ്ണ മനസ്സോടെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം നീതിയും ന്യായവും നിലനിർത്തുമെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇത് ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് പറയുന്നത്. പദവി പ്രമാണത്തിന് വേണ്ടി വന്നിരിക്കുക. അത് കഴിഞ്ഞ ഉടനെ നിന്നെ ഞാൻ തീർത്തോളാം. ഒരു 2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യ് ഹീറോ, പ്ലീസ്. 2 മണിക്കൂറൊന്നും കാത്തിരിക്കാൻ പറ്റില്ല MLA. 2 മിനിറ്റിൽ ഞാൻ നിന്റെ മുമ്പിലുണ്ടായിരിക്കും. ഹീറോ, ഇത് അടച്ചു വെച്ചിരിക്കുന്ന ഫാക്ടറിയിലടാ ഏണിയിട്ട് കേറി വരാനായിട്ട്. ഇവിടെ നിന്നെ പോലുള്ള ചല്ലാ സർവാറായിടുവായ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി പറയുകയാണ് ഈ ഭാരത രാജ്യത്തിനു വേണ്ടി വിശ്വാസവും വിനയത്വവും പ്രകടിപ്പിക്കുമെന്ന് ഈ ഭാരതത്തിന്റെ എല്ലാ അധികാരങ്ങളും എന്റെ ദേഹത്ത് ബോംബുണ്ട്. ഒന്നും ചെയ്യല്ലേ. റിമോട്ട് അവന്റെ കയ്യിലാ ഉള്ളത്. അവനത് അമർത്തിയാൽ നമ്മുടെ എല്ലാവരുടെയും കഥ കഴിയും. എന്റെ പേര് ചണ്ടി. ഞാൻ മിലിറ്ററി മാധവന്റെ മകനാ. എന്റെ അച്ഛൻ ഈ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു. ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ചു. നെഞ്ചുവേദന വന്ന മരിച്ചത്. കള്ളമാണ്. കൊന്നതാ. എന്റെ പേര് ശേഷാറാവു. മിനിസ്റ്ററാണ്. ഇപ്പൊ മന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്ന ആള് സർവാരായിടുവാണ്. എന്റെ മരുമകനാ. അവനാണ് ചണ്ടിയുടെ അച്ഛനെ കൊന്നത്. അയാളുടെ മരുമകനെയും കൊന്ന് ഇവന്റെ അനുജത്തിയുടെ ജീവിതം തകർത്തു. ഇവരുടെ സ്ഥലവും അവൻ കൈവശപ്പെടുത്തി. ഞങ്ങൾ സാധാരണക്കാരാ. ഞങ്ങൾക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളേ ഉള്ളൂ. രാഷ്ട്രീയക്കാരെ പോലെ ഈ നാട് മുഴുവൻ ഭരിക്കേണ്ട ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ ജയിപ്പിച്ചത്. എന്നാൽ നിങ്ങൾ ഞങ്ങളെ കൊല്ലുകയല്ലേ ചെയ്യുന്നത്.
ഞങ്ങളുടെ ജീവിതത്തിനും മരണത്തിനും ഒന്നും നിങ്ങൾക്ക് ഒരു വിലയും ഇല്ല. ഞങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് മനുഷ്യരായി തോന്നാറില്ലേ? ഇവൻ എന്റെ കുടുംബം തന്നെ നശിപ്പിച്ചവനാണ്. ഇവൻ എന്റെ അച്ഛനെ കൊന്ന പോലെ എനിക്ക് അവനെ കൊല്ലാൻ പറ്റും, എന്നാൽ അതൊരു കൊലപാതകമാണ്. രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ കൂടെ കളിക്കുന്നത് പോലെ അതേ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ വെച്ച് ഇവനെ കൊല്ലണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച് കൊല്ലുമായിരുന്നു. എന്താ നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം? ഈ രാജ്യം മുഴുവൻ എണ്ണി നോക്കിയാൽ നിങ്ങൾ എത്ര പേരാ? 10 പേരോ 20 പേരോ 30 പേരോ? എന്നാൽ എന്നെ പോലെ ലക്ഷക്കണക്കിന് സൈനികന്മാരുണ്ട്. അവിടെ മലയുടെ മുകളിൽ മഞ്ഞും കൊണ്ട് രാജ്യത്തിന്റെ പുറത്തേക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് തോക്കിനെ ഒരിക്കൽ ഈ രാഷ്ട്രീയക്കാരെ നോക്കി ചൂണ്ടിയാൽ ഈ രാക്ഷസ രാജ്യം ഉണ്ടാവില്ല. ഈ രാമരാജ്യം ഉണ്ടാവുള്ളൂ. 10,000-ങ്ങളിലുള്ള രാഷ്ട്രീയക്കാരായ നിങ്ങളെ 100 കോടി ഇന്ത്യൻസും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, കത്തിച്ചാമ്പലായി പോവും. എന്താടാ നിങ്ങളൊക്കെ റൗഡികളാ? ഗുണ്ടകളാണോ? പവർഫുൾ ലീഡേഴ്സ്. മനുഷ്യരെ എങ്ങനെ കൊല്ലേണ്ടെന്ന് സയന്റിഫിക് ആയിട്ട് പഠിച്ച ആളാ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാനൊന്ന് വിചാരിച്ചാൽ നിങ്ങളെപ്പോലത്തെ രാഷ്ട്രീയക്കാരെ ഓടിച്ച് പേപ്പട്ടിയെ കൊല്ലുന്ന പോലെ വെടിവെച്ച് കൊല്ലാൻ പറ്റും. വേണ്ട, ഒരു മിനിറ്റ് നിക്ക്. നിന്റെ ദേഷ്യത്തിൽ ന്യായമുണ്ട്. ഇവനൊരു വൃത്തികെട്ടവനാണ്, അല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇവനെ പോലെ ഇവിടെയുള്ള മൊത്തം നേതാക്കന്മാരും വൃത്തികെട്ടവരാണെന്ന് നീ പറയരുത്. ഞാനും നിന്റെ അച്ഛനെ പോലെ ജനങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടിയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. നിയമത്തിലുള്ള പഴുതുകൾ പ്രയോജനപ്പെടുത്തി ഇവനെ പോലത്തെ റൗഡികളും ഗുണ്ടകളും വൃത്തികെട്ടവരും 100-ൽ-1 1000-ൽ-1 രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അസംബ്ലിയിൽ ഇത്രയും കാലം ഇവന്റെ അടുത്തിരുന്നതോർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. അനുജ, ഒരു MLA ആയ ഞാൻ നിന്നെ സ്വീകരിക്കാതിരിക്കാം. പക്ഷേ ഒരു പെണ്ണായി, ഒരു മനുഷ്യ സ്ത്രീയായി, ഒരു ഭാരത പ്രജയായി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. ഇവനെ കൊന്നുകളയാൻ ഞാൻ നിന്നോട് പറയില്ല. അഥവാ ഒരു പക്ഷെ നീ ഇവനെ കൊന്നുകളഞ്ഞാലും അത് കൊലയായിരിക്കില്ല, ശിക്ഷയാണെന്ന് പൂർണ്ണ മനസ്സോടെ ഞാൻ സമ്മതിക്കും. മനിയ, ഞാനും സമ്മതിക്കുന്നു. ഞങ്ങൾ 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 സമ്മതിക്കുന്നു. ഹീറോ, ഹീറോ, എന്നെ കൊന്നിട്ട് പോടാ. കൊല്ലടാ. ഞാൻ കൊന്നടാ. നിന്നെ മാത്രമല്ല, നിന്റെ ഒപ്പമുള്ള നിന്നെ പോലത്തെ എല്ലാവരെയും കൊന്നടാ. എന്നെ പോലത്തെ ഒരു സാധാരണക്കാരൻ വിചാരിച്ച ഏതൊരറ്റം വരെ പോയി നിന്നെ പോലത്തെ രാഷ്ട്രീയക്കാരുടെ കോളർ പിടിച്ച് വലിക്കുമെന്ന് ഈ ലോകത്തിന് ഞാൻ കാണിച്ചു കൊടുത്തു. ഇതിനു മുമ്പും ഇത് കഴിഞ്ഞും നിന്നെ പോലത്തെ ഒരുത്തൻ ജനിച്ചാൽ പോലും എന്നെ പോലത്തെ 100 പേര് ജനിക്കും. 100 പേര് ജനിക്കും. ഓർത്തോ, മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ നിന്നെ പോലത്തെ കള്ളന്മാർക്കും കൊലപാതകർക്കും രാഷ്ട്രീയത്തിൽ ഇനി ഒരു സ്ഥാനവും ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. മനസ്സിലാക്കിക്കോ. ഹീറോ,